അതിൽ വളരെ ചെറിയ ഒരു പ്രോഗ്രാമാണ് വെച്ചിരിക്കുന്നത്. ആ പ്രോഗ്രാം സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം അടുത്ത ജില്ലയിലെ പ്രോഗ്രാമിലും പങ്കെടുക്കാൻ ഇപ്പോൾ ഈ വേദിയിലിരിക്കുന്ന മിക്ക നേതാക്കളും എത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ തന്നെ ഔദ്യോഗികമായിട്ടുള്ള നടപടി എന്നതിൽ കവിഞ്ഞ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നില്ലാത്തതുകൊണ്ട് ഈ പ്രോഗ്രാം എന്താണ് എന്ന് ഞാൻ നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ്. ആദ്യമായി നമ്മുടെ നിലവിലുള്ള ജില്ലാ അധ്യക്ഷൻ ആമുഖ പ്രസംഗം നടത്തും. അതിനെ തുടർന്ന് പുതിയ ജില്ലാ അധ്യക്ഷനെ അവരോധിക്കുന്ന ചടങ്ങാണ്. അദ്ദേഹം ആ ചാർജ് ഏറ്റുകൊണ്ട് അതിനുശേഷം അനുമോദന സമ്മേളനമുണ്ടാകും. പക്ഷെ വിപുലമായ സമ്മേളന പ്രസംഗം നടത്തുവാൻ വേണ്ടി ഇപ്പോഴത്തെ ജില്ലാ അധ്യക്ഷൻ ശ്രീ വി കെ സജീവനെ സാദരം ക്ഷണിക്കുന്നു. പുതുതായി രൂപം കൊണ്ട കോഴിക്കോട് സിറ്റി ജില്ലയുടെ അധ്യക്ഷനായി അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബുവിനെ അവരോധിക്കുന്ന ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രോസസ്സിന്റെ ഇന്നത്തെ വരണാധികാരി അഡ്വക്കേറ്റ് ശ്രീശൻ മാസ്റ്റർ, OBC മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ എൻ പി രാധാകൃഷ്ണൻജി, പാർട്ടിയുടെ കോഴിക്കോട് മേഖലാ അധ്യക്ഷൻ ശ്രീ ടി പി ജയേന്ദ്രൻ മാസ്റ്റർ, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ഇ പ്രശാന്ത് കുമാർ, പ്രിയങ്കരനായ ശ്രീ കെ പി പ്രകാശ്, ഭാരതീയ ജനതാ പാർട്ടി സമഗ്രമായിട്ടുള്ള ചില പരിഷ്കരണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ തന്നെ സംഘടനാപരമായി വളരെയേറെ പരിഷ്കരണങ്ങൾ പാർട്ടിക്കകത്ത് നടപ്പിലാക്കി കഴിഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ റവന്യൂ ജില്ലയായി പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ 78 ലോകം ആരംഭിച്ചു. ഇപ്പോ കോഴിക്കോട് റവന്യൂ ജില്ല 3 ജില്ലകളായി ഭാഗിച്ചുകൊണ്ടാണ് ഈ ടേമിൽ പ്രവർത്തനം നടത്താൻ വേണ്ടി പോകുന്നത്. പാർട്ടി വളരുകയാണ് എന്ന് അടിവരയിട്ട് പറയാൻ വേണ്ടി സാധിക്കും. കാരണം പാർട്ടിയുടെ ഔപചാരികമായിട്ടുള്ള കമ്മിറ്റികൾ ഉണ്ടാകണമെങ്കിൽ നിശ്ചിത ശതമാനം അംഗങ്ങൾ ഉണ്ടാവണം. അതിനകത്ത് 50%-ലധികം ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാവണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മണ്ഡലം കമ്മിറ്റിയൊക്കെ നിലവിൽ വരുള്ളൂ. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഏറെ അഭിമാനമുണ്ട്. നമ്മൾ കഴിഞ്ഞ 2.5 വർഷം മുമ്പേ രൂപീകരിച്ച 26 മണ്ഡലത്തിലും ആ മണ്ഡലത്തിലൊക്കെ ആവശ്യത്തിലധികം അംഗങ്ങളെ ചേർത്ത് സജീവാംഗങ്ങളെ ഉണ്ടാക്കി 50%-ലധികം ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കി കോഴിക്കോട് റവന്യൂ ജില്ലയിലെ 26 മണ്ഡലങ്ങളിലും ഇന്ന് ഔപചാരികമായിട്ടുള്ള കമ്മിറ്റികൾ നിലവിൽ വന്നു എന്നുള്ളത് നമുക്കേറെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. 11 വർഷമായിട്ട് കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് അംഗങ്ങളുടെ എണ്ണത്തിൽ. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും അധികം പാർലമെന്റ് അംഗങ്ങളുള്ള, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MLA-മാരുള്ള, ആ രീതിയിലൊക്കെ ഏറ്റവും വലിയ പാർട്ടി ആയി കഴിഞ്ഞിരിക്കുന്നു. 11 ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് എന്ന് നമുക്ക് അടിവരയിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്ന സാഹചര്യമാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയുടെ വളർച്ച കേരളത്തിലും ഉണ്ടാകുമെന്ന് മാത്രമല്ല, കേരളത്തിന്റെയും ഭാവി ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമനുസരിച്ച് നമ്മൾ കൂടുതൽ താഴോട്ട് അടിവേരുകളിലേക്ക്, അടിത്തട്ടിലേക്ക്, ബൂത്തുകളിലേക്ക്,
ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ രീതിയിലുള്ള ഡീസെൻട്രലൈസേഷൻ, വികേന്ദ്രീകരണം പാർട്ടി പ്രവർത്തനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി മുതൽ റവന്യൂ ജില്ലയിലെ ഏതൊക്കെ കമ്മിറ്റികൾ ഉണ്ടായിരുന്നോ ആ കമ്മിറ്റികളൊക്കെ ഈ 3 ജില്ലയിലും ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ്. എന്ന് പറഞ്ഞാൽ താഴെത്തട്ടിൽ, ബൂത്ത് തലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ അതിനനുസരിച്ചിട്ടുള്ള കപ്പാസിറ്റിയുള്ള ചുമതലപ്പെട്ട ആളുകൾ വരാൻ വേണ്ടി പോകുന്നു എന്നുള്ള സൂചനയാണ് നമുക്കിതിലൂടെ ലഭ്യമാകുന്നത്. അത്തരം സവിശേഷമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് കോഴിക്കോട് സിറ്റി പോലുള്ള നമുക്കേറെ മുന്നേറാനുള്ള, ഇതിനകം തന്നെ നമ്മൾ നല്ല വേരുകൾ ഉറപ്പിച്ചിട്ടുള്ള ഈ സിറ്റി ജില്ലയിൽ വളരെ വലിയ ലക്ഷ്യങ്ങളാണ് പാർട്ടിക്ക് നേടിയെടുക്കാനുള്ളത്. അതൊക്കെ നേടിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നേതൃത്വത്തെ കെട്ടിപ്പടുക്കേണ്ട സമയത്താണ് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനും കഴിഞ്ഞ ടൈമിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും കഠിനാധ്വാനിയും അതോടൊപ്പം തന്നെ നിരവധി സമര പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയുമായിട്ടുള്ള ശ്രീ KP പ്രകാശ് ബാബു ഈ സിറ്റി ജില്ലയെ നയിക്കാൻ വേണ്ടി എത്തുന്നത്. തീർച്ചയായും നമ്മളേറെ പ്രതീക്ഷയോടുകൂടിയാണ് ശ്രീ KP പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള ഈ സിറ്റി ജില്ലാ കമ്മിറ്റിയെ നോക്കിക്കാണുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ശ്രീ KP പ്രകാശ് ബാബുവിന് മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. സാധാരണ ലീഡർഷിപ്പിനെ കുറിച്ച് ഒരുപാട് കോട്ടിങ്ങുകളുണ്ട്. എന്റെ മനസ്സിൽ വരുന്നത് ലീഡർഷിപ്പ് ഈസ് അബൌട്ട് ടേക്കിംഗ് റിസ്ക് എടുക്കാനുള്ള ഒരവസരമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ചുമതല എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പ്രസിഡന്റുമാരെന്ന് പറയുന്നത്, അത് ബൂത്ത് പ്രസിഡന്റ് ആയാലും മണ്ഡലം പ്രസിഡന്റ് ആയാലും ജില്ലാ പ്രസിഡന്റ് ആയാലും ഒക്കെ ഇപ്പോൾ ആലങ്കാരികമായിട്ടുള്ള പോസ്റ്റല്ല, കഠിനാധ്വാനത്തിന്റെ പോസ്റ്റാണ്. വലിയ ലക്ഷ്യങ്ങളാണ്, വലിയ പ്രവൃത്തികളുടെ പദ്ധതിയാണ് മേൽഘടകത്തിൽ നിന്നും നമ്മുടെ തലയിലേക്ക്, ഓരോ കമ്മിറ്റിയുടെയും തലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പൂർത്തീകരിക്കാൻ റിസ്ക് എടുക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള കർത്തവ്യം. മറ്റൊന്ന് അതിൽ പറയുന്നത് നമ്മുടെ നിലവിലുള്ള സ്റ്റാറ്റസ് കോയെ ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ മാറ്റിമറിച്ച് പരിവർത്തനം നടത്തി നിലവിലുള്ള നേട്ടത്തിന്റെ 10 മടങ്ങായി നേട്ടങ്ങളെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു ലീഡർഷിപ്പിന് ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും ശ്രീ KP പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് നമ്മുടെ പാർട്ടിയുടെ എല്ലാവിധ ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കാൻ മാത്രമുള്ള ആ തരത്തിലുള്ള ഒരു പരിവർത്തനത്തിന്റെ കാലഘട്ടത്തിലേക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി സാധിക്കുമാറാകട്ടെ എന്ന് അഡ്വാൻസ് ആയിട്ട് ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ശ്രീ KP പ്രകാശ് ബാബുവിന് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ ആമുഖ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. നമ്മുടെ ഈ ചടങ്ങ് ഔപചാരികമായി ദീപപ്രജ്വലനത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ജില്ലയുടെ നിരീക്ഷകനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ C കൃഷ്ണകുമാർ, അതുപോലെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MT രമേഷ് ജി, നമ്മുടെ ദേശീയ സമിതി അംഗവും മുതിർന്ന നേതാവുമായിട്ടുള്ള KP ശ്രീശൻ മാസ്റ്റർ എന്നിവരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. കോളിംഗ് ഡിസ്റ്റർബ് ആക്കിട്ടോ വൈകിട്ടല്ലോ പോകും.
फॉर्म लिया था നമ്മുടെ നിയുക്ത പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് കെ.പി. പ്രകാശ് ബാബു ഇപ്പോൾ കോഴിക്കോട് സിറ്റി ജില്ലയുടെ ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പേടിക്കാൻ പേടിപ്പോ മാറിയില്ല അവർക്ക് എന്താ ജില്ലേൻ്റെ ആവശ്യമില്ല. ചാർജ് ഏറ്റെടുക്കൽ ചടങ്ങ് ഔപചാരികമായി പൂർത്തിയാവുകയാണ്. പുതുതായി ചാർജ് എടുത്ത പ്രസിഡന്റിനെ ഞാൻ പ്രസിഡന്റിന്റെ കസേരയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ നിരീക്ഷകനായി എത്തിയിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സി കൃഷ്ണകുമാർജിയെ ക്ഷണിക്കുന്നു. ജയസൂര്യൻജി ഒരു ഈവന്റ് മാനേജ്മെന്റിന്റെ കൂടി ആളായതുകൊണ്ട് എല്ലാം അതനുസരിച്ചിട്ടാണ് ചെയർ മാറ്റിയിരുത്തലും ചടങ്ങുകൾ മുഴുവൻ ആ സ്റ്റൈലിലാണ്. ഈ പുതിയ ജില്ലാധ്യക്ഷന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ ബഹുമാന്യായിട്ടുള്ള ഭരണാധികാരി ശ്രീ ജയസൂര്യൻജി, പാർട്ടിയുടെ ബഹുമാന്യായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എം.ടി. രമേശ് അവറുകൾ, സിറ്റി ജില്ലയുടെ പ്രസിഡന്റായിട്ട് ചുമതല ഏറ്റെടുക്കുന്ന ശ്രീ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, മുൻ ജില്ലാ അധ്യക്ഷൻ ശ്രീ വി.കെ. സജീവൻ, പാർട്ടിയുടെ ദേശീയ കൌൺസിൽ അംഗം ശ്രീ കെ.പി. ശ്രീശൻ മാസ്റ്റർ, ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ പ്രശാന്ത്, മേഖലാ പ്രസിഡന്റ് ശ്രീ ജയേന്ദ്ര മാസ്റ്റർ, OBC മോർച്ച ഞാൻ നേരുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘടനാ പർവ്വത്തിന്റെ 3ാം ഘട്ടമായിട്ടുള്ള ജില്ലാ അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് ഇന്ന് 27 ജില്ലകളിൽ പുതിയ ജില്ലാധ്യക്ഷന്മാര് സ്ഥാനമേറ്റെടുക്കുന്നതോടുകൂടി പൂർത്തീകരിക്കപ്പെടുകയാണ്. നേരത്തെ ഇവിടെ സജീവൻ സൂചിപ്പിച്ചു, കഴിഞ്ഞ സംഘടനാ വർഷത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് സംഘടനാ രംഗത്ത് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ തുടക്കം കുറിച്ചത്.
പഞ്ചായത്തുകളെ വിഭജിച്ച് ഏരിയകളാക്കി. 20-ൽ കൂടുതൽ ബൂത്തുകളിലുള്ള പഞ്ചായത്തുകൾ വിഭജിക്കപ്പെട്ടു. 100-ൽ കൂടുതൽ ബൂത്തുകളുള്ള 100-നകത്ത് ബൂത്തുകൾ വരുന്ന രീതിയിൽ സംഘടനാ മണ്ഡലങ്ങൾ, അസംബ്ലി മണ്ഡലങ്ങളെ വിഭജിച്ച് സംഘടനാ മണ്ഡലങ്ങൾ രൂപീകരിച്ചു. ഇപ്പോ ജില്ലകളെ വിഭജിച്ച്, റവന്യൂ ജില്ലകളെ വിഭജിച്ച് സംഘടനാ ജില്ലകൾ 3ഉം 2ഉം ജില്ലകളുള്ള സംഘടനാ ജില്ലകളുള്ള ജില്ലകളാക്കിയിട്ട് മാറ്റിയിരിക്കുക. അതിൽ വയനാടും കാസർഗോഡും പത്തനംതിട്ടയും മാത്രമാണ് വിഭജിക്കപ്പെടാത്ത ജില്ലകൾ. അങ്ങനെ 30 ജില്ലാ പ്രസിഡന്റുമാരുള്ള, ജില്ലാധ്യക്ഷന്മാരുള്ള ഒരു പാർട്ടിയായിട്ട് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി മാറുകയാണ്. അടിയുടെ പാടുകൾ എന്നും ഉണ്ടാവും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥിരമായിട്ട് അടിയേറ്റ് വാങ്ങുന്ന ആളായിരുന്നു. പ്രകാശ് ബാബുവിന്റെ ഫോൺ കോള് സാധാരണ ഞങ്ങൾക്കെല്ലാം വരിക എല്ലാ മാസത്തെയും ഞായറാഴ്ചക്ക്, അവസാനത്തെ ഞായറാഴ്ചക്ക് തൊട്ട് മുമ്പുള്ള 2-3 ദിവസം മുമ്പാണ്. പ്രകാശ് ബാബുവിന്റെ കോള് വന്നാൽ എനിക്കറിയാം. ഞാൻ പ്രകാശ് ബാബുവിന്റെ കോൾ എടുത്തതും പറയും ഇന്ന ബൂത്തിൽ ആണ് ഞാൻ കാണുന്നതെന്നും. പിന്നെ മൻ കി ബാത്തിന്റെ ചാർജാണ്. മൻ കി ബാത്തിന്റെ കാണുന്ന ബൂത്തുകളുടെ എണ്ണം കേരളത്തിൽ കുറവായിരുന്നു. പ്രകാശ് ബാബു അതിന് ഇൻചാർജ് ആവുന്നു. നിരന്തരമായിട്ട് ഉള്ള ഫോളോ അപ്പും മറ്റും നടത്തി കേരളത്തിൽ മൻ കി ബാത്ത് കാണുന്ന ബൂത്തുകളുടെ എണ്ണം വലിയ തോതിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ, കേരളം 3ാമത്തെ സ്ഥാനത്തേക്ക് വരെ എത്തുന്ന രീതിയിലേക്ക് മാറ്റാൻ ശ്രീ പ്രകാശ് ബാബുവിന് മൻ കി ബാത്തിന്റെ ഇൻചാർജ് എന്നുള്ള നിലയിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോഴിക്കോട് സിറ്റി ജില്ലയിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിൽ കഴിയുന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ വിജയം നമുക്ക് കൂടുതൽ വിജയങ്ങൾ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നേടിയെടുക്കാൻ നമ്മുടെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ട്, സംഘടനാ രംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് കഴിയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് കോർപ്പറേഷനുകൾ ഭരിക്കുന്ന പാർട്ടിയായിട്ട് നമുക്ക് മാറാൻ കഴിയണം. ഇന്ന് കേരളത്തിൽ 2 മുനിസിപ്പാലിറ്റികളാണ് നമ്മൾ ഭരിക്കുന്നതെങ്കിൽ കോർപ്പറേഷനുകൾ ഭരിക്കുന്ന പാർട്ടിയായിട്ട് നമുക്ക് മാറാൻ കഴിയണം. കോഴിക്കോട് കോർപ്പറേഷനിൽ നമുക്ക് വലിയ മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് പഞ്ചായത്തുകൾ, 60-ലധികം പഞ്ചായത്തുകളിൽ നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്താണെങ്കിൽ ഇത്തവണ നമുക്ക് 100-ലധികം പഞ്ചായത്തുകളിൽ ഭരിക്കുന്ന പാർട്ടിയായിട്ട് നമുക്ക് മാറാൻ കഴിയും. ഇന്ന് നമ്മൾ കേവലം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് 18ഓളം പഞ്ചായത്തുകളിലാണ് നമുക്ക് ഭരണം ഉണ്ടായിരുന്നത്. ഇത്തവണ നമുക്ക് അത് 100-ലധികം പഞ്ചായത്തുകൾ ഭരിക്കുന്ന പാർട്ടിയായിട്ട് നമുക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ മാറ്റാൻ കഴിയണം. 1.5 വർഷം കഴിഞ്ഞാൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയണം. ഈ സംഘടനാ നേതൃത്വത്തിലുണ്ടായിട്ടുള്ള, സംഘടനാ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയെ ആ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള പ്രാപ്തിയുള്ള പാർട്ടിയാക്കി മാറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രകാശ് ബാബുവിന് കോഴിക്കോട് സിറ്റി ജില്ലയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കാനും വിജയങ്ങളിലേക്ക് നയിക്കാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവേശ്വരൻ അദ്ദേഹത്തിന് അതിനുള്ള അനുഗ്രഹാശിസുകൾ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസാ സന്ദേശം നൽകുന്നതിന് വേണ്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MT രമേശ് ജിയെ ക്ഷണിക്കുന്നു. ബഹുമാന്യായ അധ്യക്ഷൻ ശ്രീ ജയസൂര്യൻ, കോഴിക്കോട് സിറ്റി ജില്ലയുടെ അധ്യക്ഷനായി ഘട്ടമാണ്. 27 ജില്ലകളിൽ ജില്ലാ അധ്യക്ഷന്മാർ തിരഞ്ഞെടുക്കപ്പെടുന്നതോടുകൂടി പൂർത്തിയാകുന്നത്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് സമയാസമയമനുസരിച്ച് പാർട്ടിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്ന ഏക പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് എന്ന് നിസ്സംശയം പറയാൻ വേണ്ടി നമുക്ക് സാധിക്കും. പാർട്ടിയിലെ എല്ലാ സാധാരണ പ്രവർത്തകന്മാരുടെയും അഭിപ്രായം ആരാഞ്ഞതിനു ശേഷം വ്യത്യസ്ത തലങ്ങളിൽ ആവശ്യമായിട്ടുള്ള ചർച്ചകൾ നടത്തി ആരോഗ്യകരമായ ഒരു ജനാധിപത്യ പ്രക്രിയ പൂർത്തിയാക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. നാം ബൂത്ത് തെരഞ്ഞെടുപ്പ് മുതൽ ഒരിടത്തും ഒരാളെയും ആലോചനയുടെയും അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരാൾ പുതുതായി ചുമതലയേറ്റെടുക്കുമ്പോൾ ആ തീരുമാനം പാർട്ടി ആകെ ഒന്നായി എടുക്കുന്ന തീരുമാനമാണ്. അതുകൊണ്ടാണ് ഓരോ സന്ദർഭത്തിലും ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുമ്പോൾ കൂടുതൽ ശക്തിയുടെയും ശോഭയോടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ബൂത്ത് പ്രസിഡന്റോ മണ്ഡലം പ്രസിഡന്റോ ജില്ലാ അധ്യക്ഷനോ ഒന്നും ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നതല്ല.
ഈ പാർട്ടി ഓരോ തലത്തിലും പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരുമായിട്ടുള്ള വിശദമായിട്ടുള്ള ആലോചനയുടെയും ചർച്ചയുടെയും അടിസ്ഥാനത്തിൽ വരുന്ന 3 വർഷക്കാലം പാർട്ടിയെ നയിക്കാൻ ആർക്കാണ് സാധിക്കുക എന്നുള്ള കൂടിയാലോചന അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടുന്നതാണ്. അത്തരമൊരു തീരുമാനമാണ് ഈ കോഴിക്കോട് ജില്ല 3ആയി വിഭജിക്കപ്പെട്ടപ്പോൾ 3 ജില്ലാ അധ്യക്ഷന്മാരായി പാർട്ടി കേന്ദ്ര നേതൃത്വം നിശ്ചയിച്ചിട്ടുള്ള 3 പേര് ഈ ജില്ലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാർട്ടി പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളാണ്. ഇതിലൊരാളെ പോലും പുതുതായി ഒരാളാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കില്ല. കേരളത്തിലെ 27 ജില്ലകളിലും പുതുതായി ഒരാളും പാർട്ടി ചുമതലയിലേക്ക് വന്നിട്ടില്ല. ആ ജില്ലകളിൽ ദീർഘമായി പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തവർ, പാർട്ടിയുടെ വിവിധ മോർച്ചകളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർ, അവരെല്ലാവരെയുമാണ് ചുമതലയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. മാത്രമല്ല, കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്ക് അവസരം കൊടുത്ത പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ, ജില്ലാ അധ്യക്ഷൻ വരെയുള്ള പ്രക്രിയ പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ 33 മണ്ഡലങ്ങളിൽ മഹിളകളെ പ്രസിഡന്റുമാരാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് അത്രയും മണ്ഡലങ്ങളിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ പ്രസിഡന്റുമാരാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ 3 മണ്ഡലങ്ങളിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ അധ്യക്ഷന്മാരായി നമുക്ക് ചുമതല ഏൽപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മഹിളയെ പാർട്ടി മണ്ഡലം അധ്യക്ഷയായി തിരഞ്ഞെടുത്തത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. അതിന് സാക്ഷ്യം വഹിക്കാനും കേരളത്തിനാണ് സാധിച്ചത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഈ പ്രാവശ്യം ജില്ലാ അധ്യക്ഷന്മാരെ പൂർത്തിയാകുമ്പോൾ നാം സ്ത്രീകൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്, മതന്യൂനപക്ഷങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്, പട്ടികജാതി വിഭാഗത്തിന് അവസരം കൊടുത്തിട്ടുണ്ട്, ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സമൂഹത്തിലെ എല്ലാ തുറകളിലും പെട്ടുള്ളവർക്ക് അവസരം കൊടുത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നാം ജില്ല വരെ പൂർത്തിയാക്കുന്നത്. അതിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള മുന്നേറ്റം പാർട്ടി പ്രവർത്തനത്തിൽ ഉണ്ടാകും എന്ന് നിസ്സംശയം പറയാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നേരത്തെ തന്നെ ജയസൂര്യൻ പറഞ്ഞിട്ടുണ്ട് മിനിമം സമയമാണ് എന്നത്. BJP-യിൽ ചുമതല എന്നുള്ളത് ഒരു തുടർച്ചയാണ്. കഴിഞ്ഞ ഓരോ പ്രാവശ്യവും ചുമതലകൾ മാറി വരുമ്പോൾ തൊട്ടു മുമ്പ് പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തകന്മാരും നേതാക്കന്മാരും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയാണ് ഉണ്ടാവുക. ആ തുടർച്ചയിൽ സ്വാഭാവികമായും കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ചുമതല ഏൽക്കുന്നവരുടെ രീതിക്കനുസരിച്ചുള്ള മാറ്റമുണ്ടാകും. പക്ഷേ സംഘടനാ പ്രവർത്തനം എന്നുള്ളത് ഒരു തുടർച്ചയാണ്. കോഴിക്കോട് ജില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ്. ഒരുപാട് നേതാക്കന്മാർ ചുമതല ഏറ്റെടുത്തിട്ടുള്ള അദ്ദേഹത്തിനും അഭിമാനിക്കാം, നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. ഒരുപക്ഷെ കോഴിക്കോട് ജില്ലയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായിട്ട് പ്രകാശ് ബാബുവിനെ നമുക്ക് പരിഗണിച്ചേക്കാം. കഴിഞ്ഞ ഈ ജില്ലയിൽ മറ്റൊരു പ്രത്യേകത, പാർട്ടി ജില്ലാ അധ്യക്ഷന്മാരാകുന്നവരെല്ലാവരും ഭാരതീയ ജനതാ യുവമോർച്ചയിലൂടെ വന്നവരാണ് എന്നുള്ളതും നമുക്കെല്ലാവർക്കും ആഹ്ലാദകരമായിട്ടുള്ളതാണ്. ഈ വേദിയിൽ തന്നെ 3 മുൻ പ്രസിഡന്റുമാരിയ്ക്കുന്നുണ്ട്. അതിൽ സിറ്റി ജില്ലയുടെ ആദ്യത്തെ പ്രസിഡന്റ് ശ്രീശം മാഷായിരുന്നു. അദ്ദേഹം യുവമോർച്ചയിലൂടെ വന്നിട്ടുള്ളതാണ്. തൊട്ടടുത്തിരിക്കുന്ന ജയേന്ദ്ര മാഷ് ജില്ലാ പ്രസിഡന്റായിരുന്നു, റവന്യൂ ജില്ലയുടെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു. സജീവൻ യുവമോർച്ചയിലൂടെ വന്നിട്ടുള്ളതാണ്. പ്രകാശ് ബാബു ഇപ്പോൾ യുവമോർച്ചയിലൂടെ വന്നിട്ടുള്ളതാണ് എന്നുള്ളത് ഏറെ നിർണായകമായിട്ടുള്ള വർഷമാണ്. ആ 2 തെരഞ്ഞെടുപ്പുകൾ വരാൻ വേണ്ടി പോകുന്നു. ആ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെയുള്ള ഈ ജില്ലയുടെ എല്ലാ പ്രവർത്തനത്തിനും പ്രകാശ് ബാബുവിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കും. ഒരു അധ്യക്ഷൻ എന്നുള്ള നിലക്ക് പ്രവർത്തന പരിചയം ഇല്ലാത്ത വ്യക്തിയല്ല പ്രകാശ് ബാബു. സുദീർഘമായിട്ടുള്ള 5 കൊല്ലക്കാലം അദ്ദേഹം യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. അതുകൊണ്ട് ഒരു അധ്യക്ഷന്റെ പാകതയും പക്വതയും അദ്ദേഹത്തിന് ഉണ്ടാകും. സ്വാഭാവികമായിട്ടും യുവമോർച്ച കാലഘട്ടത്തിൽ കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ സമര പോരാട്ടങ്ങൾക്കെല്ലാം ഇഷ്ടമായിട്ടുള്ള നാളുകളുടെ ഓർമ്മകൾ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റും ഒക്കെയായി പ്രവർത്തിച്ച പാരമ്പര്യം, അതിലുപരി ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള നാദാപുരത്തെ ഒരു മലയോര ഗ്രാമമായ നരിപ്പറ്റിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും യുവമോർച്ചയുടെയും പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത വിപരീത സാഹചര്യത്തിൽ
ഒരു സംഘടനയെ എങ്ങനെയാണ് മുമ്പോട്ടേക്ക് നയിക്കേണ്ടതെന്ന് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച് സ്വയം കൂടെ ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ഭാവുകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി അനുമോദനം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ബിജെപിയുടെ ദേശീയ കൗൺസിൽ അംഗം ശ്രീ KP ശ്രീശൻ മാഷ്. യോഗാധ്യക്ഷൻ വരണാധികാരി കൂടിയായ പ്രിയപ്പെട്ട ജയസൂര്യൻ, സിറ്റി ജില്ലയുടെ അധ്യക്ഷനായി നമ്മളുടെ കോഴിക്കോട് റവന്യൂ ജില്ല 3 ജില്ലകളായിട്ട്, പാർട്ടി ജില്ലകളായിട്ട് എടുത്തു പറയേണ്ട, അടിവരയിടേണ്ട കാര്യം യുവാക്കളാണെന്നുള്ളതാണ്. പാർട്ടിക്ക് കൈവന്നിട്ടുള്ള ഈ യുവത്വം വരും നാളുകളിൽ നമ്മുടെ പ്രസ്ഥാനത്തെ ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കാനുള്ള ഊർജമായി മാറും എന്ന കാര്യത്തിൽ നമുക്കാർക്കും യാതൊരു സംശയമില്ല. പ്രകാശ് ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചു, ഏറെ അനുഭവ പാരമ്പര്യമുള്ള ഒരു യുവ നേതാവാണ്. യുവ പ്രക്ഷോഭമായിരുന്നാലും അതിന്റെ ഒക്കെ മുൻനിരയിൽ നിന്നുകൊണ്ട് രാജിയാവാത്ത ഐതിഹാസികമായ പോരാട്ടം സംഘടിപ്പിച്ചിട്ടുള്ള ആ ഒരു പൊതുപ്രവർത്തകനാണ് ഇന്ന് നമ്മുടെ ജില്ലയുടെ അധ്യക്ഷനായിട്ട് വന്നിരിക്കുന്നത്. ആ അനുഭവം തീക്ഷ്ണമായ ആ സമര പാരമ്പര്യത്തിലൂടെ തീക്ഷ്ണിച്ച് ഉയർന്ന് നിറവേറ്റാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ പ്രധാനപ്പെട്ട 2 തെരഞ്ഞെടുപ്പാണ് കടന്നു വരാൻ പോകുന്നത് എന്നിവിടെ MT സൂചിപ്പിക്കേണ്ടായി. രാഷ്ട്രീയ കേരളത്തിന്റെ ഭൂപടം മാറ്റി വരയ്ക്കുന്ന നിർണായകമായിട്ടുള്ള 2 തെരഞ്ഞെടുപ്പ്. തങ്ക ലിപികളിൽ ആലേഖനം ചെയ്യപ്പെടുന്ന ഒരു വിജയം ഉറപ്പിക്കാൻ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കുങ്കുമ ഹരിത പതാക പാറിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. അദ്ദേഹത്തിന്റെ ഭാവിയിൽ നിലവിൽ വരാൻ പോകുന്ന, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിലവിൽ വരാൻ പോകുന്നതായിട്ടുള്ള ജില്ലാ കമ്മിറ്റിക്ക് പ്രവർത്തകന്മാരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയർന്ന് മുന്നേറാനായിട്ട് സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ അർപ്പിക്കുന്നത് OBC മോർച്ചയുടെ ആരും പേരെടുത്ത് പറയുന്നില്ല. ഈ പുതിയ സംവിധാനം അനുസരിച്ച് കോഴിക്കോട് ജില്ലയിലെ 3 ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റി വിഭാഗത്തിൻ്റെ ജില്ലാ പ്രസിഡന്റായി നമ്മുടെയൊക്കെ സുപരിചിതനായ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിനെ അവരോധിച്ചിരിക്കുക. ഞങ്ങളെല്ലാവരും രാവിലെ അങ്ങ് കടത്തനാട് പ്രഫുൽ കൃഷ്ണനെ അവരോധിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇനി റൂറൽ ഒരാളെയും കൂടി, പ്രധാനപ്പെട്ട കോർപ്പറേഷൻ, അതാണ് ഈ സിറ്റി ജില്ലയിലുള്ളത്. ഇവിടെ രമേശ് കൃഷ്ണമാർജി സൂചിപ്പിച്ചതുപോലെ 2 BJPയുടെ വരാനിരിക്കുന്ന കാലത്ത് ഏറ്റവും നിർണായകമാകാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് വർദ്ധിപ്പിച്ച കേരളത്തിലെ ഏക പാർട്ടി BJPയാണ്. നേട്ടമുണ്ടാക്കിയ പാർട്ടിയും BJPയാണ്. കണക്കുകളിലേക്കും ഞാൻ പോകുന്നില്ല. നമ്മൾ ആ പ്രയാണം തുടങ്ങി വെച്ച് കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ 20% ഇനി നമ്മൾ മുന്നോട്ട് വെക്കേണ്ട നിർണായകമായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ സൂചിപ്പിച്ചത്, അതിൽ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ, ചരിത്ര പ്രസിദ്ധമായ കോഴിക്കോട് കോർപ്പറേഷനിൽ BJPയുടെ സാമീപ്യം, അത് ബഹുമാന്യ അധ്യക്ഷൻ ശ്രീ ജയസൂര്യൻജി, ആദരണീയനായ ശ്രീ കൃഷ്ണകുമാർ രമേശ് ഉൾപ്പെടെ ദീപ്തവും ധന്യവുമായ ഈ വേദിയെയും പ്രോജ്വലമായ സദസ്സിനെയും അലങ്കരിക്കുന്ന സഹപ്രവർത്തക സുഹൃത്തുക്കളെ നമസ്കാരം. വികസിത ഭാരതത്തിലേക്ക്, അമൃതകാലത്തിലേക്ക് നടന്ന് കുതിക്കുന്ന ഭാരതം കെട്ടകാലത്തിൽ നിന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് നയിക്കപ്പെടുകയാണ്. സ്വാഭാവികമായിട്ടും സാമ്പത്തിക രംഗത്തും സാമൂഹ്യ കേരളവും പിടിച്ചു കീഴടക്കാനുള്ള ത്വരയുമായിട്ടാണ് നമ്മൾ കുതിക്കുന്നത്. സ്വാഭാവികമായും BJP അസൂയാവഹമായ ഈ മുന്നേറ്റം കുതിക്കുമ്പോൾ കോഴിക്കോട് പ്രൗഢമായ ഗതകാല സ്മരണകൾ പുതുക്കുന്ന
നിരവധി പോരാട്ടങ്ങൾക്കും ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾക്കും വേരോട്ടമുണ്ടാക്കി തുടക്കം കുറിച്ച ഈ മണ്ണ് സ്വാഭാവികമായിട്ടും പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ഭാരിച്ച ഉത്തരവാദിത്തമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ഈ സംസ്ഥാനത്തിന്റെ ഭരണം കീഴടക്കാൻ ചെയ്യട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ അർപ്പിക്കുന്നത് മഹിളാമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമ്യ മുരളി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബു, മറ്റു മഹത് വ്യക്തിത്വങ്ങളെ, പ്രിയ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റായിട്ട് അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബു ഇന്ന് ചുമതലയേൽക്കുന്ന അവസരത്തിൽ എല്ലാവർക്കും അദ്ദേഹത്തെ സുപരിചിതനാണ്. യുവമോർച്ചയുടെ പല സമര പരിപാടികളിലും തീർച്ചയായും നരേന്ദ്രമോദിജി കഴിഞ്ഞ കാലത്ത് കൊണ്ടുവന്ന നിരവധി പദ്ധതികൾ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളില്, സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ എത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി പ്രതിജ്ഞാബദ്ധരാണ്. അത് സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും എത്തിക്കാൻ ശക്തനായിട്ടുള്ള ഒരു നേതൃത്വം നമുക്ക് അനിവാര്യമായിട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ ഇത്തരത്തിൽ കഴിവുകളുള്ള യുവത്വം ഉള്ള ഒരു തലമുറ ഈ ഒരു നേതൃത്വ നിരയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ അനായാസേന നമുക്ക് ഇവരിൽ എത്തിക്കാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലുള്ള ഒരു കാര്യപരിപാടിയാണ് ഇപ്പോൾ സംഘടനാ പർവം എന്നുള്ള ഈ ഒരു കാര്യപദ്ധതിയിലൂടെ നമ്മുടെ നേതൃത്വം നടപ്പാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ 4 ജില്ലാ പ്രസിഡന്റുകൾ വനിതകളായി വന്നിരിക്കുമ്പോൾ പോലെ തന്നെ അച്ചടക്കത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് മോദിജിയും അദ്ദേഹം നടപ്പിലാക്കി വരുന്ന കാര്യപദ്ധതികൾ നമ്മുടെ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി സാധാരണക്കാരിലേക്ക് എത്തിച്ചേർന്ന് അത് പ്രാവർത്തികമാക്കാൻ, അത് ഫലപ്രദമാക്കി തീർക്കാൻ തീർച്ചയായും സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് നമ്മൾ ഉണർത്തിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു സിറ്റി ജില്ലാ അധ്യക്ഷനായി തെരഞ്ഞെടുക്കുന്ന അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. വന്ദേ മാതരം. പ്രധാനപ്പെട്ട സിനിമയിലേക്ക് പോകുമ്പോൾ, കാണാൻ പോകുമ്പോൾ കുട്ടികളുണ്ട്, മാതാപിതാക്കളുണ്ട്, മുതിർന്ന ആൾക്കാരുണ്ട്, യുവാക്കളുണ്ട്, എല്ലാവരും കൂടെ ഒന്നിച്ചാണ് സിനിമയ്ക്ക് പോകുന്നത്. സിനിമാ ഹാളിൽ കയറിയാൽ, സിനിമ തുടങ്ങിയാൽ അതിൽ സസ്പെൻസ് ഉണ്ട്, വയലൻസ് ഉണ്ട്, അതായത് സംഘർഷമുണ്ട്, സ്നേഹമുണ്ട്, സംഗീതമുണ്ട്, സംഘടനമൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ വികാരം വരും. ചിലർക്ക് സംഘടന ഇഷ്ടമായിരിക്കും, ചിലർക്ക് സ്നേഹം ഇഷ്ടമായിരിക്കും, ചിലർക്ക് സംഗീതം ഇഷ്ടമായിരിക്കും. ഇതെല്ലാം കൂടി ചേർത്തുള്ള സിനിമയാണ് നമ്മൾ കാണുന്നത്. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം BJPയുടെ സംഘടനാ ഇലക്ഷന്റെ പേര് സംഘടനാ പർവം എന്നാണ്. ഈ സംഘടനാ പർവം എന്നുള്ളത് ഒരു സിനിമയുടെ പേര് പോലെ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കും. ഏതാണ്ട് ഇന്നുകൊണ്ട് സിനിമ പൂർണ്ണമാകാണ്. എല്ലാ ജില്ലയിലും അധ്യക്ഷന്മാരൊക്കെ ആയി. അപ്പൊ സിനിമ ഹാളിൽ നിന്ന് ഇറങ്ങി ഒരൊറ്റ വാഹനത്തിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത്, എവിടെയെങ്കിലും റെസ്റ്റോറന്റിലൊക്കെ കയറി ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് സിനിമാ ഹാളിൽ ഇരുന്ന ആ വികാരങ്ങളൊന്നും പിന്നെ ബാക്കിയില്ല. പിന്നെ വീണ്ടും വീട്ടിലേക്കുള്ള തിരിച്ച് യാത്രയാണ്, കുടുംബാംഗങ്ങളാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് കുടുംബനാഥനായിട്ടുള്ള ശ്രീ കെ പി പ്രകാശ് ബാബു, അദ്ദേഹമാണ് നമ്മുടെ നാഥൻ. നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ കുടുംബാംഗമാണ്, ഈ ജില്ലയിലെ കുടുംബാംഗങ്ങളാണ്. ആ നിലയിൽ കുടുംബത്തിന്റെ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വികാസത്തിനും പുരോഗതിക്കും വേണ്ടി വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ പോകുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു കുടുംബനാഥനോടൊപ്പം ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കാനും നമ്മുടെ ഈ കുടുംബത്തെ, സംഘടനാ കുടുംബത്തെ അങ്ങേയറ്റം വിജയത്തിലെത്തിക്കാനും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. നമുക്ക് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാം. അതിന് ഈ ജില്ലയിലെ എല്ലാ പ്രവർത്തകർക്കും നല്ല മനസ്സോടുകൂടി അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാം. ആ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് എല്ലാവിധ വിജയങ്ങളും സന്തോഷവും സംതൃപ്തിയും ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ ഹരാർപ്പണം നടത്തുന്നതിന് വേണ്ടിയുള്ള ലിസ്റ്റ് വായിക്കും. അതനുസരിച്ച് ആൾക്കാർ മുന്നോട്ട് വന്ന് ഹരാർപ്പണം ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ജില്ലാ അധ്യക്ഷന് ഹാരാർപ്പണം ചെയ്യുന്ന ചടങ്ങാണ്. പുഷ്പഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി TV ഉണ്ണികൃഷ്ണൻ, M രാജീവ് കുമാർ.
വലിയ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തായി പുഷ്പകിരീടം അണിയിക്കുന്നതിന് വേണ്ടി ശ്രീ കെ രജനീഷ് ബാബു. ഷോൾ അണിയിക്കുന്നതിന് വേണ്ടി ശ്രീ സി കൃഷ്ണകുമാർ. രമ്യ മുരളി. കൗൺസിലറായിട്ടുള്ള ശ്രീമതി നവ്യ ഹരിദാസ്, ശ്രീ ടി റനീഷ്, അനുരാധ തായാട്ട്, സത്യഭാമ, ശിവപ്രസാദ്, രമ്യ സന്തോഷ്, പി വേലായുധൻ, തിരുവണ്ണൂർ ബാലകൃഷ്ണൻ, കെ വസന്തൻ, ശിവസേന ജില്ലാ പ്രസിഡന്റ് ശ്രീ ബാബുരാജ്, ഹരിദാസ് പോക്കണാരി, കെ ടി വിപിൻ, നോർത്ത് മണ്ഡലം അഡ്വക്കേറ്റ് സബിത, ശോഭ സുരേന്ദ്രൻ, വി പ്രകാശൻ, സി കെ ബാബു, രജീഷ്, അയ്യപ്പൻ. വളവണ്ണ മണ്ഡലം മണ്ഡലം പ്രസിഡന്റ് ശ്രീ കെ രാകേഷ്, വിവേക്, നിത്യാനന്ദൻ, പവിത്രൻ, രജ ടീച്ചർ, മധു പി കെ, പ്രദീപ് എ കെ, ചിത്രാകരൻ, ബൈജു, പ്രശാന്ത്, സന്തോഷ് വി, നിസ്തുരൻ, സനൽകുമാർ, സയ്യദ് മാധവൻ, ധനീഷ്, ഒളവണ്ണ പഞ്ചായത്ത് മെമ്പർ, മനോഹരൻ. അഡ്വക്കേറ്റ് ഇ വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ. പുതിയറ മണ്ഡലം പ്രസിഡന്റ് ജിജിൽ. ഹരാപ്പൻ നടത്തിയ ആളുകളെ ആ ഭാഗത്തുകൂടെ ഇറങ്ങണേ, ഈ തിരിച്ചതിൽ വരെയുണ്ട്. സുപ്രിയ, സുബിജ, ഗിരീഷ്, സുരേഷ്, സിജിത്ത് നെല്ലിക്കോട്, സൂരജ് യുവമോർച്ച, രാജേഷ് എ സി, ബാബുരാജ്, രാധിക, ജിബീഷ്.
രാമനാട്ടുകര മണ്ഡലം പ്രസിഡന്റ് രാജേഷ് പുന്നാട്ടിൽ, ശശിധരൻ ഐനിക്കാട്, കൃഷ്ണൻ പുഴക്കൽ, പി കെ പരമേശ്വരൻ, സിദ്ധാർത്ഥൻ, മോഹൻ മാസ്റ്റർ, വിവേകാനന്ദൻ കടലുണ്ടി, സത്യവതി ടീച്ചർ കടലുണ്ടി, ഉഷ കെ, ജിത്തു സി പി വേലായുധൻ, രമ്യ കടലുണ്ടി, ആണ്ടവല്ലി കടലുണ്ടി, ചാന്ദിനി ഹരിദാസ്. മജീന്ദ്രൻ, ബേപ്പൂർ മണ്ഡലം പ്രേമാനന്ദൻ, അതിൻ്റെ അകത്ത് ഇട്ടാ പോലെ ബേപ്പൂർ മണ്ഡലം മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി ഷൈമ പന്നത്ത്, സി അമർനാഥ്, മുരളി കക്കാട്, കെ ജെ കുമാർ, ഗിരീഷ് മേലേടത്ത്, താളക്കണ്ടി ബാലൻ, അഡ്വക്കേറ്റ് അശ്വതി, പി സി അനന്ത, കൃഷ് കെ ടി, സുമിഷ വിഷ്ണു, എ പി വേലായുധൻ, എം അനിൽകുമാർ, വിദേശ് പി കെ, ലളിത പട്ടേരി, ഷിംജിഷ് പാറപ്പുറം. അഡ്വക്കേറ്റ് ബിജുഷ് ചന്ദ്, നടക്കാവ് മണ്ഡലം സവിത പ്രഹ്ലാദൻ, ശ്രീ പി രജിത് കുമാർ, നടക്കാവ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ പ്രവീൺ തളിയിൽ, ശ്രീ കെ ഷൈബു, എൻ പി പ്രകാശ്, എം ജഗന്നാഥൻ, പ്രദോഷ്, സുനിൽ രാജ്, ശിവദാസൻ, രാജീവൻ, കെ പി പ്രമോദ്, അഡ്വക്കേറ്റ് വിജിത്, ശ്യാം അശോക്, മധു കാമ്പുറം, ടി മണി, കെ പ്രേമൻ, അരുൺ രാംദാസ് നായിക്, ലതിക ചെറോട്ട്, റൂബി പ്രകാശ്, രാകേഷ് നാഗ്, കെ സുശാന്ത്, പ്രദീപ് കുമാർ, വർഷ അർജുൻ, അനിൽകുമാർ, ദീപ ടി മണി, പുരുഷോത്തമൻ, അനിൽകുമാർ എടക്കാട്, സേതുമാധവൻ കെ. ശ്രീ അനിൽകുമാർ. ഇതിലെ പേര് വായിക്കാത്ത ആളുകൾ, സ്ഥാനാർത്ഥിക്ക് താല്പര്യമുള്ള ആളുകൾ എല്ലാവരും വേദിയിലേക്ക് വരണം. നമ്മുടെ ജില്ലാ അധ്യക്ഷനെ ഷോൾ അണിയിക്കാവുന്നതാണ്.
കുന്നമംഗലം മണ്ഡലം പ്രസിഡന്റ് സുധീർ കുന്നമംഗലം, പി സിദ്ധാർത്ഥൻ, ടി ചക്രായുധൻ, വിനോദ് മാവൂർ, സുഭദ്രൻ, കെ കെ വത്സരാജ്, ജനാർദ്ദനൻ, കെ സി വത്സരാജ്, ജനാർദ്ദനൻ ചാത്തമംഗലം, സിബി കട്ടാങ്ങൽ, സുകുമാരൻ, അരന്നൂർ ബാങ്ക് പ്രസിഡന്റ്, ലീന മഹിളാ മോർച്ച, യദു, മുരളീധരൻ പി, കെ പി ഗണേശൻ, കെ സി രാജൻ, സുനി കായക്കൽ, ശ്രീകല, അനിത ഏറങ്ങാട്. ചന്ദ്രൻ പുതുക്കുടി, സുമേഷ് വിരുപ്പിൻ. ആലാർപ്പണം ചെയ്ത ആളുകൾ പെട്ടെന്ന് മുന്നോട്ട് നീങ്ങേണ്ടതാണ്. റഷീദ് സൗത്ത് മണ്ഡലം, ഷിജു സൗത്ത് മണ്ഡലം, ബൈജു മാറാട്, ഇ ടി അച്യുതൻ കുന്നമംഗലം, സുനോജ് മാവൂര്, നിഖിൽ മീചന്ത, പ്രവീൺ പടനിലം, മനോജ് കോളേജ്, പി കെ ചന്ദ്രൻ, ലീന, ശ്രീജ സി നായർ, നമ്മുടെ NIT-യിലെ തൊഴിലാളികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവര് നമ്മുടെ ജില്ലാ അധ്യക്ഷൻ ഷോളാണിയിരിക്കുന്നു.
NIT തൊഴിലാളികളാണ് നമ്മുടെ ജില്ലാ അധ്യക്ഷനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ പയ്യാനക്കൽ, ലാലു ചെലവൂര്, വേലായുധൻ പതിനെട്ടാവ്, സാധന സുധീർ, ദീപേഷ് പയ്യാനക്കൽ, സദദാസൻ മണക്കടവ്, മനോജ് മണക്കടവ്, ദേവദാസ് കാഞ്ഞിരക്കുന്നത്ത് മണക്കടവ്, ദിനേശൻ കണ്ണഞ്ചേരി, ശ്യാമപ്രസാദ്, സുരേഷ് എടക്കാട്, സജി കല്ലടി, വിഷ്ണു യുവമോർച്ച, CP വിജയകൃഷ്ണൻ, ഷിമിത്, എല്ലാവരും കൂടെ നോക്കണേ. വിഷ്ണു എടാ എൻ്റെ ജൻവാജി അല്ലല്ല ഇവിടെ ഇല്ല, ബാക്കിൽ പിന്നെ നിങ്ങൾ വിളിച്ചല്ലോ. അപ്പോ സമയം വളരെ വൈകുകയാണ്. ഒന്ന് പെട്ടെന്ന് അത് ഹാരാർപ്പണം പൂർത്തിയാക്കുകയാണ്. അടുത്തത് നടപടിക്രമങ്ങളിലേക്ക് ജയസൂര്യൻ ജി. ഇവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ നമ്മുടെ ജില്ലാ അധ്യക്ഷൻ
ശ്രീ കെ പി പ്രകാശ് ബാബുവിനെ ക്ഷണിക്കുന്നു. ഒന്ന് മറിക്കാം. ഏറെ ബഹുമാന്യനായിട്ടുള്ള ചടങ്ങിന്റെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ, ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ആദരണീയനായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സി കൃഷ്ണകുമാർജി, നമുക്കേവർക്കും പ്രിയങ്കരനായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എം ടി രമേശ് ജി, ബഹുമാന്യനായിട്ടുള്ള ശ്രീശൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് വി കെ സജീവൻ, ടി പി ജയചന്ദ്രൻ മാസ്റ്റർ, രാധാകൃഷ്ണൻജി, പ്രശാന്ത്ജി, രമ്യ മുരളി, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പാർട്ടി എന്നിലേൽപ്പിച്ചിട്ടുള്ള ഈ വലിയൊരു ഉത്തരവാദിത്വത്തിനും അതിന് നിമിത്തമായി ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട കാലഘട്ടത്തിൽ അനിവാര്യമായിട്ടുള്ള ഒരു ഘട്ടം എന്നുള്ള നിലയ്ക്കുള്ള നേതൃമാറ്റത്തിന്റെ ഭാഗമായി ഈ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ചും കോഴിക്കോട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ വിത്തുപാകിയിട്ടുള്ള മണ്ണാണ്. 1942 സംഘപ്രചാരകനായിട്ടുള്ള ടാങ്കിഡ്ജിയുടെ നേതൃത്വത്തിൽ ഈ കോഴിക്കോടിന്റെ മണ്ണിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ വിത്തുപാകുമ്പോൾ ചരിത്രം പഠിച്ച നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നൂറുകണക്കിന് സഹപ്രവർത്തകരെ അക്രമത്തിന്റെ പാതയിൽ RSS എന്ന വെരിപ്പ് ഈ മണ്ണിൽ വേവുകയില്ല എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കാൻ ശ്രമിച്ചിട്ടുള്ള മണ്ണാണ്. ആ മണ്ണിൽ പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഹിന്ദുത്വ ശക്തികൾക്ക്, ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് എത്രത്തോളം കരുത്തും ശക്തിയും കോഴിക്കോടിന്റെ ജനത സമ്മാനിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. ഇതേ മണ്ണിൽ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇന്നത്തെ പ്രത്യയശാസ്ത്രത്തിന്റെ മുദ്രാവാക്യമായിട്ടുള്ള ഏകാത്മ മാനവ ദർശനത്തിന്റെ അംഗീകാരം 67 ലഭിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ മണ്ണാണ്. ഓരോ ചുവട് ഈ മണ്ണിലൂടെയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ നമുക്ക് ഒരുമിച്ച് പറയാം, രാഷ്ട്രീയ നിലപാടിൽ കലർപ്പില്ലാതെ, വെള്ളം ചേർക്കാതെ പാർട്ടിയും പ്രവർത്തകരും ആഗ്രഹിച്ച രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയൊരു പദവിയിലിരിക്കുമ്പോൾ എന്റെ മനസ്സിലൂടെ പോകുന്ന പല പേരുകളുമുണ്ട്. ആ പേരുകളൊന്നും മറന്നുകൊണ്ട് സംഘടനയുടെ പ്രവർത്തനം ഒരടി മുന്നോട്ടും പോവുകയില്ല. പ്രത്യേകിച്ചും ഈ മണ്ണിൽ നമുക്കറിയാം, മാറാടിന്റെ മണ്ണിലുള്ള പ്രിയപ്പെട്ട കൃഷ്ണേട്ടൻ, പ്രിയപ്പെട്ട പ്രജീഷേട്ടൻ, അതേപോലെ തന്നെ കുഞ്ഞുമോൻ ദാസേട്ടൻ, മാധവേട്ടൻ, ഗോപാലേട്ടൻ, ഇങ്ങനെ ദാസേട്ടനും ചന്ദ്രേട്ടനും തെക്കേത്തൊടി പുഷ്പേട്ടനും ഉൾപ്പെടെ സന്തോഷ് ഉൾപ്പെടെയുള്ളവർ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് രമേശേട്ടനും മനോജും. ഇനി നാദാപുരത്തിന്റെ മണ്ണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കോഴിക്കോട് വരുമ്പോ കാലിക്കൊളുമ്പിലെ പൊക്കേട്ടൻ, വളയത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട മനോജേട്ടൻ, പ്രിയപ്പെട്ട സുരേന്ദ്രേട്ടൻ, മാടാക്കൽ കുമാരേട്ടൻ, നമ്മുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഭാസ്കരൻ മാസ്റ്റർ, അരൂരുള്ള നമ്മുടെ രാജേട്ടൻ, നിട്ടൂരിൽ പ്രിയപ്പെട്ട അനു, അതേപോലെ തന്നെ ബാബുവേട്ടൻ, ഒടുവിൽ നമ്മുടെ ജില്ലയുടെ മധ്യഭാഗത്തുള്ള ഹരിദാസ് ജി, ബാലുശ്ശേരിയിലും BMSന്റെ സമുന്നത നേതാവായിട്ടുള്ള പ്രിയപ്പെട്ട മനോജേട്ടൻ പയ്യോളിയിൽ. ഈ പേരുകൾ മറന്നുകൊണ്ട് എന്ത് പ്രവർത്തനമാണ് കോഴിക്കോടിന്റെ മണ്ണിൽ നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കുന്നത്? നമ്മളൊക്കെ ഇന്ന് നല്ല സുഖലോലുപന്മാരായി ഒരു ഭാഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന വടുവൃക്ഷത്തിന് കീഴിൽ സ്വാതന്ത്ര്യം പോലും ശ്വാസം കഴിക്കാൻ പോലും സാധിക്കാത്ത ആ കാലഘട്ടത്തിൽ നിവർന്നു നിന്ന് പോരാടി ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി നാം അഭിമാനിക്കുമ്പോഴും കോഴിക്കോടിന്റെ മണ്ണിൽ നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ ഇന്നും നമ്മളോടൊപ്പം ഇരിക്കേണ്ട പേരുകളാണ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ള പേരുകൾ. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും നമ്മൾ ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഇവരൊക്കെ ആരായിരുന്നു, ഇവരൊക്കെ എന്തിനാണ് ഭാര്യയ്ക്ക് ഭർത്താവില്ലാതെയും അമ്മയ്ക്ക് മകനില്ലാതെയും മക്കൾക്ക് അച്ഛനില്ലാതെയും ഈ മണ്ണിൽ പോയത് എന്നുള്ളത് നമ്മൾ ഓർമ്മയിൽ വേണം. അങ്ങനെയുള്ള ഓർമ്മ നമ്മുടെ പ്രവർത്തകരിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സധൈര്യം കോഴിക്കോടിന്റെ മണ്ണിൽ പോകാൻ വേണ്ടി സാധിക്കും. ഈ പദവി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ബോധ്യം ഓരോ ഘട്ടങ്ങളിലും ഉണ്ടാകും എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, അഡ്വക്കേറ്റ് മോഹൻദാസ് ജി മുതൽ ഇങ്ങോട്ട് റാവുജി, AK ശങ്കരമേനോൻ, കൃഷ്ണനുണ്ണി സാർ, ഹിതേഷ് ജി,
ആരാധ്യനായിട്ടുള്ള ഗോവ ഗവർണർ, എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള സാർ, ബഹുമാന്യനായിട്ടുള്ള ശ്രീശൻജി, ചേറ്റൂർ ബാലകൃഷ്ണൻ മാസ്റ്റർ, വി വി രാജേട്ടൻ, രഘുനാഥ്, ഇരിക്കുന്ന ടി പി ജയേന്ദ്രൻ മാസ്റ്റർ ഉൾപ്പെടെ അവസാനത്തെ അതിലെ കണ്ണിയായി അഡ്വക്കേറ്റ് നമ്മുടെ വി കെ സജീവൻജി ഉൾപ്പെടെയുള്ളവർ നേതൃത്വം കൊടുത്ത ഒരു പദവിയാണ്. അതുകൊണ്ട് ഈ ഒട്ടും ഗൗരവം കുറഞ്ഞുകൊണ്ട് ഇതിനെ ഞാൻ കാണുന്നില്ല. പക്ഷെ നമുക്കറിയാം, ഈ മണ്ണ്, ഞാൻ സൂചിപ്പിച്ച ചരിത്രവും ഞാൻ സൂചിപ്പിച്ച നേതൃത്വവും ഉള്ള കാലഘട്ടത്തോളം ഇനിയുള്ള പ്രയാണം രാഷ്ട്രീയ പ്രതിയോഗികളുടെ മുന്നിൽ ആശയപരമായിട്ടുള്ള ആയുധത്തിന്റെ മൂർച്ച നമ്മൾ കൂട്ടുക തന്നെ ചെയ്യും. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ അടിപതരാതെ കോഴിക്കോടിന്റെ മണ്ണിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ ജനകീയ വികാരങ്ങൾ, അതിൽ ഓരോ വിട്ടുവീഴ്ചയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പു തരുന്നു. തീർച്ചയായിട്ടും ഇവിടെ സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ കോഴിക്കോടിന്റെ മണ്ണിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് MLA ഉണ്ടാക്കാനുള്ള പോരാട്ടമാണ്. കോഴിക്കോട് കൌൺസിലിൽ, കോർപ്പറേഷനിൽ ഭാരതീയ ജനതാ പാർട്ടി നിവർന്നു നിൽക്കുന്ന കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 7 മെമ്പർമാരുണ്ട്. നമ്മളെ ഇതുവരെയുള്ള ഞാൻ പറഞ്ഞ നേതൃത്വത്തിന്റെ പോരാട്ടത്തിന്റെ ഭാഗമായ 22ഓളം സീറ്റിൽ നമ്മൾ 2ാം സ്ഥാനത്തുണ്ട്. അപ്പോ 2026 നിയമസഭാ സീറ്റിൽ കോഴിക്കോട് MLAയും, അതേപോലെ തന്നെ ഈ വരുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോടിന്റെ ഭരണവും കോർപ്പറേഷന്റെ ഭരണവും പിടിച്ചടക്കാനുള്ള പോരാട്ടത്തിനാണ് നമ്മൾ ഈ ചരിത്ര മണ്ണിൽ തീരുമാനമെടുത്തിരിക്കുന്നത്, പ്രയാണം ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഒരുമിച്ച് ഈ പ്രസ്ഥാനത്തിന്, കോഴിക്കോടിന്റെ ശബ്ദം എന്താണെന്ന് ചോദിച്ചാൽ ഇനിയുള്ള ദിവസങ്ങളിൽ അത് BJP ആയിരിക്കണം, ഭാരതീയ ജനതാ പാർട്ടി ആകണം. അനിവാര്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റത്തിന് ഈ നാട് കാതോർക്കുമ്പോൾ ആ മാറ്റം എന്റെ കടപ്പാടും നന്ദിയും അർപ്പിക്കുകയാണ്. ജയ് ഭാരത്.